നമസ്കാരം. രാജൻ ജോർജ് മോട്ടിവേഷൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് 100% ആരോഗ്യത്തെ സൃഷ്ടിക്കാൻ എങ്ങനെ നിങ്ങളുടെ വിചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഉപയോഗിക്കാം എന്ന വിഷയത്തെ പറ്റിയാണ്. സെക്കൻഡ് പാർട്ട്. 100% ആരോഗ്യത്തിന് വേണ്ടത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. 100% ആരോഗ്യം നിങ്ങളുടെ അവകാശമാണെന്നും നിങ്ങളുടേതാണെന്നും ഉപബോധ മനസ്സിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് 100% ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾ 100% ആരോഗ്യത്തിൽ ചിന്തിക്കുകയും വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും അത് ഭാവനയിൽ കാണുകയും ചെയ്യുമ്പോൾ 100% ആരോഗ്യം നിങ്ങളുടേതായിത്തീരുന്നു. അത് കോസ്മിക് ലോയാണ്, അല്ലെങ്കിൽ കോസ്മോളജിക്കൽ ലോ എന്ന് പറയാം. ചിലരതിനെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ദ ലോ ഓഫ് ദ മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഈ കോസ്മിക് ലോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് വിചാരങ്ങളെ ഒഴിവാക്കുമ്പോൾ, മനസ്സ് ഹാപ്പി ആകുമ്പോൾ, നിങ്ങൾ 100% ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുകയും അതിൽ കേന്ദ്രീകരിക്കുകയും വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും അത് ഭാവനയിൽ കാണുകയും ചെയ്യുമ്പോൾ 100% ആരോഗ്യം നിങ്ങളുടേതാവുന്നു. ഈ കോസ്മിക് ലോ ഉപയോഗിച്ച് തകരാറായ ഹൃദയത്തെ നേരെയാക്കാൻ സാധിക്കും. ഏത് ടൈപ്പ് കിഡ്നി അസുഖത്തെയും ഭേദമാക്കാൻ സാധിക്കും. ഐസൈറ്റ്, ട്യൂമേഴ്സ് എല്ലാം ബെറ്ററാക്കാൻ അല്ലെങ്കിൽ പൂർണ്ണ സ്ഥിതിയിലാക്കാൻ ഈ കോസ്മിക് ലോയ്ക്ക് സാധിക്കും. ഡയബറ്റിക്സിനെ ഒഴിവാക്കാൻ, ട്യൂബർക്കുലോസിസിനെ ഇല്ലാതാക്കാൻ, പല ടൈപ്പ് സിറോസിസിനെ ഇല്ലാതാക്കാൻ, പല രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്യാൻസറിനെയും ക്യൂറാക്കാൻ, ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാം ഈ കോസ്മിക് ലോ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിക്കരുത് എന്നല്ല. മെഡിക്കൽ ഹെൽപ്പ് സയൻറ്റിഫിക്കാണ്. മെഡിക്കൽ ഹെൽപ്പിനോടൊപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ അപാരമായ അനന്തമായ കഴിവുകളോട് കൂടി ആരോഗ്യത്തിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് 100% ആരോഗ്യം ഗ്യാരണ്ടീഡ് ആകുന്നു. നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണ്. നിങ്ങളുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ, പ്രതീക്ഷകൾ അതിൻ്റെ സൃഷ്ടിയാണ്. നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങളും വികാരങ്ങളും കൊണ്ട് വാഴി മാത്രമേ നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഗ്ലാൻസിൻ്റെയും സെൽസിൻ്റെയും എല്ലാം വൈബ്രേഷനിലായിട്ടുള്ള ബാലൻസ് നിങ്ങൾ തെറ്റിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഗ്ലാൻസ്, സെൽസ് എല്ലാം ചുരുങ്ങുകയാണ്. ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നു. നിങ്ങൾ ഒരു ഡയഗ്നോസിസ് നടത്തി അതിൽ നിങ്ങൾക്കൊരു അസുഖം കണ്ടുപിടിക്കപ്പെടുന്നു. അത് ഭേദമാകത്തില്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടില്ല. എന്നാൽ ഇത് മറ്റുള്ളവർക്ക് ബാധകമായിരിക്കാം. എനിക്ക് അത് ആപ്ലിക്കബിൾ അല്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ശക്തികളിൽ വിശ്വാസമുണ്ട്. വിചാരങ്ങൾ വഴി ആരോഗ്യത്തെ സൃഷ്ടിക്കാനുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, വിശ്വസിച്ചാൽ, ഭേദമാകില്ല എന്ന് കരുതപ്പെടുന്ന ഏത് അസുഖത്തെയും സുഖപ്പെടുത്താൻ നിങ്ങൾ കഴിയും. അതിന് കൂടെ മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾ സ്വീകരിക്കണം.
അപ്പോൾ ആരോഗ്യത്തിന് ആവശ്യം നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും അസുഖങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അസുഖങ്ങളാണ്. നിങ്ങൾ അസുഖങ്ങളെ പറ്റി ഭയപ്പെടുകയും അത് പ്രതീക്ഷിക്കുകയും ചെയ്താൽ അസുഖങ്ങൾ നിങ്ങളുടേതായിരിക്കും. 100% ആരോഗ്യത്തിന് ആവശ്യം ഹാപ്പി ആയിട്ടുള്ള, ചെയർഫുൾ ആയിട്ടുള്ള വിചാരങ്ങളാണ്. ഏത് അസുഖത്തെയും സൃഷ്ടിക്കുന്നത് നെഗറ്റീവ് വിചാരങ്ങളും വികാരങ്ങളുമാണ്. നെഗറ്റീവ് വിചാരങ്ങളെയും വികാരങ്ങളെയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഓടിച്ചു വിടണം, ആട്ടിപ്പായിക്കണം. വീട്ടിൽ കയറി വരുന്ന ഒരു കള്ളനെ നിങ്ങൾ ഒഴിവാക്കുന്നത് പോലെ, ആട്ടിപ്പായിക്കുന്നത് പോലെ നെഗറ്റീവ് വിചാരങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. ഒരു മൂർഖൻ പാമ്പിനെ നിങ്ങൾ ഒഴിവാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പേപ്പട്ടിയെ നിങ്ങൾ ഒഴിവാക്കുന്നത് പോലെ നെഗറ്റീവ് വിചാരങ്ങളെ, വികാരങ്ങളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ 100% ആരോഗ്യത്തിന് വേണ്ടത് പോസിറ്റീവ് വിചാരങ്ങളാണ്, ഹാപ്പിനെസ്സാണ്. 100% ആരോഗ്യം നിങ്ങളുടേതാണെന്ന് ചിന്തിക്കുക, വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക, അതിനെ ഭാവനയിൽ കാണുക. ആരോഗ്യത്തിന് വേണ്ടി എല്ലാവരും ചെയ്യുന്നത് ഡയറ്റ്, എക്സസൈസ്, അതിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അതിന് വളരെ പ്രയോജനമുണ്ട്. എന്നാൽ എത്രമാത്രം എക്സസൈസ് ചെയ്താലും, എത്രമാത്രം കഠിനമായ ആചാരം ചെയ്താലും, എത്ര കറക്റ്റായിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങളുടെ വിചാരങ്ങളെയും വിശ്വാസങ്ങളെയും നിങ്ങൾ വേണ്ട രീതിയിൽ ഡയറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആരോഗ്യം നിങ്ങളുടേതായിരിക്കില്ല. നിങ്ങളുടെ വിചാരങ്ങളെയും വിശ്വാസങ്ങളെയും കറക്റ്റ് ഡയറക്ഷനിൽ മാത്രം കൊണ്ടുപോയിട്ട് അതിൻ്റെ കൂടെ ഡയറ്റും എക്സസൈസും എല്ലാം ആരോഗ്യത്തിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യമെന്നത് 100% ആയിരിക്കും. താങ്ക് യു.